നട്ടലിൻ്റെ വളവ് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതെങ്ങനെ ചെയ്യണം പറഞ്ഞാൽ, 2 കാലുകൾ അടുപ്പിച്ച് മുട്ടുകൾ അടുപ്പിച്ച് മുകൾ വശം ഫോർവേഡ് ബെൻഡ് ചെയ്തിട്ട് ഒരാൾ പുറകിലൂടെയും സൈഡിലൂടെ നട്ടലൊന്ന് പരിശോധിച്ചാൽ മതി. എന്തെങ്കിലും വളവോ അല്ലെങ്കിൽ കൂനുകൾ ഉണ്ടെങ്കിൽ അതിൽ നട്ടലിൻ്റെ വളവുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എക്സ്റേ എടുക്കുകയോ അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് കൺഫേം ചെയ്യാവുന്നതാണ്. ഈ വളവുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഓരോ ആംഗിളും ഓരോ വയസ്സിൻ്റെ അനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ആംഗിളിൻ്റെ അനുസരിച്ചും ഈ എത്രത്തോളം വളർച്ച ബാക്കിയുണ്ട് അതിൻ്റെ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. ഒന്ന് ഒബ്സർവേഷൻ, 20 ഡിഗ്രീൻ്റെ താഴെ ആണെങ്കിൽ നമുക്ക് 6 മാസത്തിൽ ക്ലിനിക്കൽ ഇവാലുവേഷനും എക്സ്റേ എടുത്ത് നോക്കിയാൽ മതി. 20 to 40 ഡിഗ്രി ആണെങ്കിൽ നമുക്കിത് ബെൽറ്റുകളോ എക്സസൈസ് കൊണ്ടോ അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാവുന്നതാണ്. 40-45 ഡിഗ്രിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ അത് സർജിക്കലി തന്നെ കറക്റ്റ് ചെയ്യേണ്ടി വരും. സർജിക്കലി പറയുകയാണെങ്കിൽ ഇത് പണ്ടത്തെ പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അത്ര റിസ്കി സർജറി ഒന്നുമല്ല. നമ്മളെല്ലാ ഡിഫോമിറ്റിയും ഈ വളവ് കാര്യങ്ങളും പുറകുവശത്തൂടെ തന്നെ കറക്റ്റ് ചെയ്യുന്നതാണ്. നെർവ്സ് അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഡാമേജ് വരാണ്ടിരിക്കാൻ നമ്മൾ സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുമ്പം ന്യൂറോ മോണിറ്ററിംഗ് ഡിവൈസും കൂടി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെർവ്സുകളോ സ്പൈനൽ കോഡ് ഡാമേജ് വരാൻ ചാൻസ് വളരെ കുറവാണ്. സർജറി ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് 1-ാമത്തെയോ 2-ാമത്തെ ദിവസം നടത്തിപ്പിക്കാം. പേഷ്യൻ്റ് സർജറി കഴിഞ്ഞിട്ട് 1 മാസം മുതൽ 3 മാസത്തിനുള്ളിൽ നോർമൽ ലൈഫിലേക്ക് പോകാനും പറ്റും.